ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ചോറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതും വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ ചോറ് തയ്യാറാക്കാം എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട്. അരി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. സുരേഖയോ ജയ അരിയോ പുഞ്ചി അരിയോ ഏതരിയാണെങ്കിലും അതുപയോഗിച്ച് നമുക്കിങ്ങനെ കുക്കറിൽ വളരെ വേഗം ചോറുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറിൽ ഏകദേശം നമ്മുടെ പിടിയുടെ റിവറ്റ് അടിച്ചിരിക്കുന്ന ആ ഭാഗം വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയെടുത്ത് അടച്ചു കൊടുക്കാം. സ്റ്റൗ നമ്മൾ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ നമ്മൾ ഫുള്ളിൽ വെച്ചിട്ട് 2 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് നമുക്ക് പതുക്കെ താഴേക്ക് ഇറക്കി വയ്ക്കാം. പ്രഷർ മുഴുവൻ പുറത്തേക്ക് പോയതിന് ശേഷം നമുക്ക് മൂടിയൊന്ന് തുറക്കാം. ചോറ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വേവൊക്കെ ഒന്ന് നോക്കാം. ഇനി ഒരു കലം എടുക്കുക. ആ കലത്തിലേക്ക് ഈ കുക്കറിലുള്ള ചോറ് പകർന്നെടുക്കുക. കുക്കറിലുള്ള ചോറ് മുഴുവനായും കലത്തിലേക്ക് പകർന്നതിന് ശേഷം കുറച്ചുകൂടി വെള്ളം കലത്തിലൊഴിച്ച് നമുക്കിനി അടുപ്പിലേക്ക് വയ്ക്കാം. മൂടിയെടുത്ത് അടച്ചു കൊടുക്കുന്നു. ഇനി അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ചോറൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വെച്ച് ചോറ് ഊറ്റിയെടുക്കാം. ഇങ്ങനെ നമുക്ക് വളരെ വേഗം ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒട്ടും വെന്ത് പോകാതെ കറക്റ്റ് വേവിന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് പകർന്നെടുക്കുകയാണ്. കണ്ടില്ലേ, ഒട്ടും ഒട്ടാതെ കറക്റ്റ് വേവിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ വളരെ വേഗം നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിട പറയുന്നു. നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.